എൻ്റെ പേര് നയന. ഞാനിവിടെ ഫസ്റ്റ് ഇയർ റേഡിയോളജിയാണ് പഠിക്കുന്നത്. എനിക്ക് ദൂരെ പോയി പഠിക്കുന്നത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്തു. എനിക്കിവിടെ വന്നിട്ട് കുറേ ഫ്രണ്ട്സിനെ കിട്ടി, പിന്നെ നല്ല ടീച്ചേഴ്സിനെ കിട്ടി. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടില്ലായിരുന്നു. നല്ല ഫാക്കൽറ്റീസാണ്. നമ്മൾ പഠിപ്പിക്കണം, നമ്മൾ പഠിച്ച് ഇവിടുന്ന് പാസ്സായി നമുക്കൊരു പ്ലേസ്മെൻറ്റ് വേണം എന്ന് നമ്മളെയും കാട്ടി അവർക്കൊരു ഇതുണ്ട്. നല്ല ഫാക്കൽറ്റീസാണ്. എനിക്കിതൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഹെൽപ്ഫുള്ളാണ്. എനിക്ക് തോന്നുന്നു പിന്നീടുള്ള കാലത്തിൽ നമ്മൾ കാരണം ഒരുപാട് പേരുടെ ലൈഫിലൊരു പാർട്ടാകാൻ പറ്റുമെന്ന് തോന്നി. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഞാൻ ചൂസ് ചെയ്തത്. ഈ ഒരു കോഴ്സ് കൊണ്ട് ഭാവിയിൽ എനിക്കും മറ്റുള്ളവർക്കും ബെനിഫിറ്റേ ഉള്ളൂ എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റും. ഞാൻ ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കുന്നത്. ഹോസ്റ്റലിനെ പറ്റി പറയുവാണെങ്കിൽ 100% നമ്മുടെ ഫുൾ കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്വത്തിലാണ്. കാരണം ഞങ്ങളെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് പുറത്ത് പോകണമെങ്കിലും അത് അവരുടെ കെയർ ഓഫിലായിരിക്കും. അതുകൊണ്ട് 100% ഞങ്ങൾക്ക് ഉറപ്പായിട്ടും ഹോസ്റ്റലിലുള്ള ഞങ്ങളുടെ ഇത് 100% അവരുടെ കൈകളിലാണ്. ഞങ്ങൾ സേഫാണ്. പ്ലേസ്മെൻറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങളുടെ പഠിത്തം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ഹോസ്പിറ്റലിൽ പ്ലേസ്മെൻറ്റ് തരാമെന്ന് ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങൾക്ക് 100% ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. മാനേജ്മെൻറ്റിനെ പറ്റി നല്ല അഭിപ്രായമാണ്. കാരണം ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും അവരുടെയൊക്കെ സപ്പോർട്ടാണ്. ഇവൻ ഞങ്ങളുടെ ഒരു പരിപാടിയാണെങ്കിലും എന്ത് കാര്യത്തിനാണ്, പഠിത്തം എന്ത് കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനും സപ്പോർട്ടാണ്. കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ടാണ്. ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ആണെങ്കിലും ഞങ്ങളുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവരും ഞങ്ങളെയും കാട്ടി കുറച്ചും കൂടെ മുമ്പിലോട്ട് നിൽക്കുന്നത് അവരായിരിക്കും ആ കാര്യത്തിൽ. ഇപ്പം ഈ പറഞ്ഞ ഞാൻ കൊല്ലത്താണെങ്കിലും ഇതിൻ്റെ പാരാമെഡിക്കൽ കുറേ കോഴ്സുകളുണ്ട്, കോളേജുണ്ട്. ഇപ്പം അവിടുന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ആണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് എല്ലാ ഫ്രീഡവും ആവശ്യം തരുന്നുണ്ട്. ബാക്കിയെല്ലാം ഇപ്പം ഞങ്ങളുടെ പഠിത്തം, മെയിനായിട്ട് പഠിത്തം നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സമയം പഠിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം പുതിയ സിസ്റ്റം വന്നു. ഞങ്ങൾക്ക് ഇത്ര നേരം പേരൻസിൻ്റെ റിപ്പോർട്ട് വേണം പഠിച്ചതായിട്ട്. അതില്ലെങ്കിൽ മാമിനെ കണ്ട് മാമിൻ്റെ പണിഷ്മെൻ്റ് എല്ലാം നമ്മൾ മേടിക്കണം. അപ്പം പിള്ളേരെല്ലാം പഠിക്കണം എന്നൊരിതുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട് അവർ. അതേപോലെ തന്നെ പഠിക്കാനുള്ള ഒരു സാഹചര്യം അവരുണ്ടാക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ അമ്മയാണ് കൂടുതലായിട്ടും എൻ്റെ എല്ലാ കാര്യങ്ങളും. പപ്പ തിരക്കുന്നുണ്ട്, അതിനെക്കാട്ടി അമ്മയാണ് നോക്കുന്നത്. അമ്മയ്ക്ക് സമാധാനമുണ്ട്. കാരണം ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നോക്കുന്നത് മാനേജ്മെൻറ്റാണ്. ഞങ്ങളുടെ ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിലും തന്നെ, വേറെ ഹോസ്റ്റലിലാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹോസ്റ്റലേഴ്സ് നോക്കത്തില്ല. ഇവിടെ നമ്മുടെ വാർഡനുണ്ട്, നമ്മുടെ അഡ്മിൻ, എല്ലാവരും കട്ടി അഡ്മിൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യത്തിലും സേഫാണ്, ഹാപ്പിയാണ്. ഞാൻ ഭയങ്കര ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്.